വെൽക്കം ടു എജ്യൂപോർട്ട്. എക്സാമിന് തകർത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും മിസ്സിന് അറിയാം. അതിനെക്കൊണ്ട് അധികം ഇൻട്രോ ഇട്ട് നീട്ടി വലിപ്പിക്കുന്നില്ല. ഈ കാണുന്ന ചാപ്റ്റർ ഉണ്ടായിരുന്നല്ലോ, ഘർ പേഡ് ഓർ താരെ കി യാദ് ചാപ്റ്റർ. ആ ചാപ്റ്ററിനകത്ത് നിന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടന്റ് 1-2 ക്വസ്റ്റ്യൻസ് മിസ് ജസ്റ്റ് ഒരു 5 മിനിറ്റിൽ പറഞ്ഞുതരാം. ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പം നന്നാക്കിയിട്ട് മിസ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് എന്താണ്? അതിന്റെ മുൻപ് മിസ് പറയാം, ഇത് ചാപ്റ്റർ എന്തായിരുന്നു? കഹാനിയോ കവിതയോ ഒന്നുമല്ല, ലോക് കഥ, ഒരു നാടോടി കഥയായിരുന്നു. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ലോക് കഥയാണ്. റെഡി ആണല്ലോ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് എന്താണ്? ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് 100% എന്ന് തന്നെ മിസ് പറയാം. 100% നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? കഹാനി കെ ബായി കെ ചരിത്ര പർ ടിപ്പണി ലിഖേ. എന്താണ്? ഈ കഥയിലെ ബായിയുടെ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാൻ. ചാപ്റ്റർ ഓർമ്മയുണ്ടല്ലോ, അവർ രണ്ടുപേരുടെ പോകുന്നു, തന്റെ ദേശത്തേക്ക് അവരുടെ ദേശത്തേക്ക് പോകുന്നു വഴി അറിയാതെ. ചാപ്റ്റർ അതായിരുന്നു. അതിൽ നിന്ന് അവന്റെ, അതായത് ബ്രദറിന്റെ ക്യാരക്ടർ സ്കെച്ചാ ചോദിച്ചിരിക്കുന്നത്. മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കി നന്നാക്കി മനസ്സിലാക്കി വെച്ചോ. ജസ്റ്റ് എന്താണ് പറയേണ്ടത്? അവര് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നതിന് കാരണം പറയണം. അവന് ധൈര്യം ഉണ്ട്, അവൻ നന്നാക്കി ധൈര്യം സംഭരിച്ചിട്ടാണ് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം പറയാം. പിന്നെ അവൻ അനിയത്തിനെ നന്നാക്കി കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അനിയത്തിനോട് വളരെയധികം സ്നേഹം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. ജസ്റ്റ് വായിക്കാം, നോക്കിയോ. ഘർ പേഡ് ഓർ താരെ കി യാദ് ലോക് കഥ കാ പ്രമുഖ പാത്ര ഹേ ലഡ്ക. മെയിൻ ക്യാരക്ടർ ആണ് അവൻ. ഫിൻലൻഡ് में हुए युद्ध के समय ये लड़का और लड़की बहन परिवार से बिछुड़कर किसी दूर देश में पहुंच है. എന്താ പറഞ്ഞേ? ഫിൻലൻഡിൽ യുദ്ധം നടക്കുന്ന സമയത്ത് അവരെന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇതേപോലെ നാട് വിട്ടു പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, വേറൊരു ദേശത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഭായി അപ്നെ ബഹൻ കെ സാത്ത് കിസി ന കിസി പ്രകാർ ദേശ് വാപ്പസ് ആനാ ചാഹത്തെ ഹേ. അവർക്ക് തിരിച്ച് അവരുടെ ദേശത്തേക്ക് പോകാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. റെഡി? കിസി ന കിസി പ്രകാർ ഘർ ഡൂഡ് പായേഗേ യേ ആത്മവിശ്വാസ് ഉൻകെ മൻ മേ ഹേ. എങ്ങനെയും വീട്ടിലേക്ക് തിരിച്ചു പോവണം, എത്തും എന്നുള്ളൊരു ആത്മവിശ്വാസം അവന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. പിന്നെന്താ പറഞ്ഞിരിക്കുന്നേ? മുസീബത്തോം കോ ഝേൽനെ കെ ലിയേ തയ്യാർ ഹേ. അതിനെ കൊണ്ട് മുസീബത്ത്, എല്ലാ ബുദ്ധിമുട്ടുകളെയും ഫേസ് ചെയ്യാൻ അവൻ തയ്യാറായിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ പറയണം. പിന്നെ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നേ? ബഡാ സാഹസി, അവൻ വളരെയധികം ധൈര്യമുള്ള ഒരാളായിരുന്നു. അവന്റെ കൂടെ തന്നെ അനിയത്തും എന്തായിട്ടുണ്ടായിരുന്നു? ഹിമ്മത്ത് ബാന്ധിനെ മേം സക്ഷമ ഹേ. ഹിമ്മത്ത് എന്ന് പറഞ്ഞാൽ ധൈര്യമാണ്. ധൈര്യത്തോടു കൂടി അനിയത്തിയും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. റെഡി ആണല്ലോ? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, നന്നാക്കി നിങ്ങൾ പഠിച്ചു വെച്ചോ. സെറ്റ് അല്ലേ? റെഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. കൽപ്പന കീജേ കി ആപ് കഹാനി കെ ചോട്ടേ ബായി ഹേ. നിങ്ങൾ കഥയിലെ ആ ചെറിയ ബ്രദർ ആണ്, ബായി ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് എന്ത് തയ്യാറാക്കണം? അനുഭവ് പർ ഏക് ഡയറി ലിഖേ. അതായത് അവരന്ന് പോയിട്ടില്ലായിരുന്നോ, വീട് വിട്ടിറങ്ങി അവരുടെ ദേശത്തേക്ക് പോയി. ആ ഒരു ദിവസത്തെ അവന്റെ ഡയറി തയ്യാറാക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ആ ക്വസ്റ്റ്യൻ ആണ് മിസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കഥയിൽ നിങ്ങൾ എന്താണോ പഠിച്ചിരിക്കുന്നത്, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഡയറിനകത്തേക്ക് ഷോർട്ടാക്കി എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അത് തന്നെയല്ലേ അന്ന് നടന്നിട്ടുള്ള കാര്യമാണ് ഡയറിയിൽ ചോദിക്കുന്നത്. അവർ പോയ സമയത്ത് വഴിയിൽ നടന്നിട്ടുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡയറി ക്വസ്റ്റ്യൻ വന്നാൽ എഴുതി വെക്കാം. ഇമ്പോർട്ടൻറ്റ് ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഡയറിയിൽ നിങ്ങൾക്ക് ദിവസവും ഡേറ്റും കൊടുക്കണം. ഡേറ്റ് നിർബന്ധമാണ്, മാർക്ക് പോവും അതില്ലെങ്കിൽ. നന്നാക്കി അത് ശ്രദ്ധിച്ച് വേണം എഴുതാൻ വേണ്ടിയിട്ട്. റെഡി ആണല്ലോ? ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ ഇമ്പോർട്ടന്റ് 1 ആയിട്ടുള്ളത്. ഈ ചാപ്റ്ററിനകത്തുനിന്ന് നന്നാക്കി പഠിച്ചു വെച്ചോ. റെഡി?